നമസ്കാരം. വികാസ് ബാൽ സംവിധാനം ചെയ്ത് ഹിന്ദിയിൽ റിലീസ് ചെയ്ത ഷെയ്ത്താൻ ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നു. അജയ് ദേവ്ഗൺ, മാധവൻ, ജ്യോതിക, ജാൻകി ബോഡിവാല എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ ചിത്രം ഷെയ്ത്താൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ചിത്രത്തിന്റെ പശ്ചാത്തലം എന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റായ കബീർ, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ ജാൻവിയും ധ്രുവും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അങ്ങനെ വെക്കേഷൻ സമയത്ത് എല്ലാവരും കൂടെ ഫാം ഹൗസിലേക്ക് പോകുന്നു. യാത്രയ്ക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ വൻരാജ് കശ്യപ് എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹം നൽകുന്ന ഒരു ലഡു ജാൻവി കഴിക്കുകയും ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഷെയ്ത്താൻ എന്ന ചിത്രം പ്രധാനമായിട്ടും പറയുന്നത്. ഹൊറർ എന്നതിനേക്കാൾ ത്രില്ലർ പശ്ചാത്തലത്തിലാണ് സിനിമ മുന്നേറുന്നത്. തുടക്കത്തിൽ നൽകുന്ന പ്രതീക്ഷ ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ആ മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാതെ ഗ്രാഫ് താഴ്ന്ന അവസ്ഥയാണ്. സിനിമയുടെ പ്രധാന പോസിറ്റീവുകളിൽ ഒന്ന് മാധവൻ്റെ പ്രകടനം തന്നെയാണ്. ആ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊരു മിസ്റ്ററി ഉണ്ട്. അതുടനീളം ആ കഥാപാത്രത്തിൽ കൊണ്ടുപോകാനും സത്യം പറഞ്ഞാൽ രണ്ടാം പകുതിയിൽ സിനിമയെ കണ്ടിരിക്കാൻ തന്നെ കാരണമാക്കുന്നതിൽ പ്രധാനം മാധവൻ്റെ പ്രകടനം തന്നെയാണ്. ആ ചിരി, ഡയലോഗ് ഡെലിവറി എന്നിവയൊക്കെ ഗംഭീരമായിരുന്നു. കബീറിൻ്റെ വേഷത്തിലെത്തുന്നത് അജയ് ദേവഗണാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയിലുള്ള ഒരു വേഷമായിട്ടേ തോന്നിയുള്ളൂ. രക്ഷകനായ അച്ഛൻ അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. ജ്യോതികയുടെ പ്രകടനത്തിലേക്ക് വന്നാലും മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങൾ, അതിലെ റിയാക്ഷൻസ് എന്ന നിലയിൽ തന്നെയാണ് ഈ സിനിമയിലും കാണാൻ സാധിക്കുന്നത്, കഥാപാത്രത്തിലും കാണാൻ സാധിക്കുന്നത്. മോശമാക്കി എന്നല്ല, മികച്ചത് എന്നൊരു ഫീലൊന്നും ഇവിടെ ഉണ്ടായില്ല. പ്രകടനത്തിൽ പിന്നെ എടുത്തു പറയാനുള്ളത് ജാൻവി എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന ജാൻകി ബോഡിവാലയാണ്. കിട്ടലിനായിരുന്നു. നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. മറ്റൊരു കഥാപാത്രത്താൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന, അതേസമയം ആ കഥാപാത്രത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന നിലയിലൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ ആ കഥാപാത്രത്തെ ഉടനീളം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഗംഭീരം. ടെക്നിക്കൽ സൈഡ് നോക്കിയാലും ഒരു സ്ഥലത്ത് തന്നെ കഥയുടെ ഭൂരിഭാഗം നടക്കുമ്പോഴും വിഷ്വൽസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഇല്ലാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു മേന്മയായിട്ട് തന്നെ തോന്നി. പശ്ചാത്തല സംഗീതത്തിന് വലിയൊരു എഫക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുമില്ല. ബ്ലാക്ക് മാജിക്, അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. തുടക്കം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൊത്തത്തിലുള്ള മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നീട് അജയ് ദേവഗൻ്റെ അച്ഛൻ കഥാപാത്രത്തെ ഹീറോ ആക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അതിൻ്റെ ഒഴുക്ക് തന്നെ മിസ്സാവുന്നതുമുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ ലഭിക്കുന്നൊരു ആകാംക്ഷയും പിന്നീട് ഇല്ലാതാവുന്നു. ചില സീനുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു. ഒന്ന് ഗ്രാൻഡ് ആക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്, പക്ഷേ ഓവറോൾ സിനിമയുടെ മൂഡൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിൽ അത് വിജയിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഷെയ്ത്താൻ തോന്നിയിട്ടുള്ളത്. മാധവൻ്റെ പ്രകടനം കൊണ്ട് മുഴുവൻ കണ്ടു എന്നുകൂടെ പറയാം. ചിത്രം ഈ വർഷത്തെ ഹിന്ദിയിലെ വലിയ ഹിറ്റുകളിലൊന്നാണ്. കഴിഞ്ഞ വർഷം ഗുജറാത്തി ഭാഷയിലിറങ്ങിയ വശ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് ഈ ചിത്രം. ഷെയ്ത്താനിലെ ജാൻവി അവതരിപ്പിച്ച കുട്ടി തന്നെയാണ് ഒറിജിനലിലും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഒറിജിനൽ വേർഷൻ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.